മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ ഒരു ഉജ്ജ്വല സന്ദേശത്തിലെ ഒരു വരി ഇന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞുകൊടുക്കുന്ന നല്ല ഒരു ഭഗവത്ഗീതാ സന്ദേശമാണ്. ഈ ഒരു സന്ദേശത്തിന്റെ അർത്ഥവും സന്ദേശവും പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി കൂടി നമുക്കൊന്ന് നോക്കാം. എപ്പോഴെല്ലാമാണോ ഹേ അർജുന ധർമ്മസ്യ ഗ്ലാനിർഭവതി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഹേ ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, ധർമ്മം തളരുന്നത്, അധർമ്മം വളരുന്നത്. ഒന്നുകൂടി നോക്കാം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി അഹം, അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിത്രാണായ സാധൂനാം, നന്മ ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാനും വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കർമ്മങ്ങൾക്ക് കാരണമായിട്ടുള്ളതിനെ ഇല്ലാതെയാക്കാനും, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ, ആ ധാർമ്മികമായിട്ടുള്ളത് പുനഃസ്ഥാപിക്കാനും സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. ഇപ്പൊ ശരിക്ക് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുക, അധർമ്മം വളരുക, അതിന് കാരണമായ ഏതിനെയും ഇല്ലാതെയാക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും. അപ്പോ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതെന്തെല്ലാമാണോ നടക്കേണ്ടത് അത് ഞാൻ നടത്തും. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് നിലനിൽക്കുന്ന ഒരു ഭരണമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആരും ഈ ഭരണത്തിൽ മാറ്റം വരും എന്ന്. അപ്പോൾ സിസ്റ്റം തന്നെത്താനെ അത് മാറ്റി. കേരളത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസം വരെ ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം തീവ്രമായിട്ടുള്ള കൂച്ചുവിലങ്ങിലിരിക്കുന്ന കേരളത്തിന്റെ ഭരണം അസാധാരണമാം വിധത്തിൽ മാറി. ജയലളിതയുടെ തോഴി, ജയലളിതയ്ക്ക് ശേഷം ഇത്രയും കോടി സ്വത്തിന്റെ അവകാശിയാണ് എന്ന് ഞാൻ പറഞ്ഞ് എന്തെല്ലാമോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ദിവസങ്ങൾക്കകം സുപ്രീം കോടതി വിധി വന്നു, അവർ ജയിലിലേക്ക് ആവുകയും ചെയ്തു. ഇത് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് സമൂഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഇത് ശരിയാണ്. ഇതിന് തന്നെ ഈ ഒരു ഭഗവത്ഗീതാ ശ്ലോകമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില്, പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില്, വാഗാ ബോർഡറില് 24 മണിക്കൂർ മൈക്കില് ഇന്ത്യൻ ആർമി വളരെ ഉറക്കെ ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഭഗവത്ഗീത വരി ഇത് തന്നെയാണ്. ഞാൻ അവിടെ പോയപ്പോ 2-3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അത് കേൾക്കുകയുണ്ടായി. ഈ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇപ്പോൾ ധർമ്മം തളരുമ്പോൾ, അധർമ്മം വളരുമ്പോൾ, ഇത് ഇംഗ്ലീഷിൽ പറയുന്ന വരിയുണ്ട്. വെന്നെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം
whenever the system in equilibrium is disturbed by changing any of the components, whenever the system in equilibrium is disturbed, the system will adjust in such a way that effect of the disturbance will be nullified. ആ സിസ്റ്റം തിരിച്ചു വരും. അതായത് എന്തെല്ലാം സംഭവിച്ചാലും ശരി, ആ സംഭവിച്ചതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ആ സിസ്റ്റം തിരിച്ചു വരും. 36 വർഷം കമ്മ്യൂണിസ്റ്റുകാര് തിമർത്ത് ഞങ്ങളല്ലാതെ ഇനി ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭരിച്ച ബംഗാളിൽ നിന്ന് ആ പാർട്ടിയെ തൂത്തെറിയാണ് ചെയ്തത്. ഒരു പാർട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആരെയായാലും തൂത്തെറിയാണ് ചെയ്തത്. അതുപോലെ പാകിസ്ഥാൻ ടെററിസം മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തികള്, കുട്ടികൾ ഉൾപ്പെടെ ബോംബ് പൊട്ടിച്ചാവുന്നത് അതേ രാജ്യത്തിനകത്താണ്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ശരിക്ക് എത്ര പേരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടാണ് സ്റ്റാലിൻ 3.7 കോടി ജനങ്ങളെയാണ് കൊന്നു കുഴിച്ചു മൂടിയത്. സ്റ്റാലിനും ആ കമ്മ്യൂണിസവും തൂക്കിൻകുഴലിലൂടെ അധികാരമെന്ന് പറഞ്ഞ് വിലസിയിരുന്ന കാലത്തിന് ശേഷം അവരുടെ പ്രതിമകളെല്ലാം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് പൊട്ടിച്ച് മണ്ണിന്റെ അടിയിലിട്ടു. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ശരിക്കും വേറൊരു സംഭവം നോക്കാം. ലോകത്തിൽ ഏറ്റവും ടൊറൻഷ്യൽ ആയിട്ടുള്ളൊരു മഴ പെയ്തത് നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാന്റെ നിർദ്ദേശത്തില് 2 ആറ്റം ബോംബ് ഇട്ടപ്പോഴാണ്. ആറ്റം ബോംബിന്റെ ചൂട്, അതിന്റെ റേഡിയോ ആക്ടിവിറ്റി 2 മഹാനഗരത്തെ അങ്ങ് ചുട്ടെരിച്ച് 8ാമത്തെ മിനിറ്റില് 2 സ്ഥലത്തും പെയ്ത മഴ ചിന്താതീതമായ മഴയായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അവിടുത്തെ അന്തരീക്ഷത്തിലെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടപ്പോൾ അത്ഭുതകരമാം വിധത്തില് ആ പ്രകൃതി അതിന് നേരെ കൗണ്ടർ ചെയ്തു, ഒരു മഴ പെയ്യിപ്പിച്ച്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യവും നോക്കാം, ഒരു കാര്യം ഉറപ്പാണ്, എവിടെയെല്ലാമാണോ ആ സിസ്റ്റം ധാർമ്മികത തകരുന്നത്, വരളുന്നത്, അവിടെ അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രകൃതിയായാലും ഒരു രാഷ്ട്രമായാലും എല്ലാം മുമ്പോട്ട് വരും. ഇത് എവിടെയും ആപ്ലിക്കബിളാ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമെടുത്താലും, ഒരു ജനതയുടെ കാര്യമെടുത്താലും, ഒരു സമൂഹത്തിന്റെ കാര്യമെടുത്താലും, ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തിയുടെ, ഒരാളുടെ മനസ്സിന്റെ കാര്യമെടുത്താലും ശരി, ഇതെല്ലാം ഈ സിസ്റ്റം തന്നെത്താനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്ന ഉജ്ജ്വലമായിട്ടുള്ള വരി. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക, എല്ലാവരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കുറച്ചു നേരത്തേക്ക്. അത് കഴിയുമ്പോൾ തന്നെത്താനെ കരച്ചിൽ നിൽക്കും. പിന്നെ നോർമലാവും. 2, 3, 4 ദിവസം കൊണ്ട് എല്ലാം നോർമലാവും. അപ്പൊ ആ വേദന, ദുഃഖം, നഷ്ടബോധം അതുണ്ടാവുന്ന സമയത്ത് ഒന്ന് താഴുന്നതിനെ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പ്രകൃതി നോർമലായിട്ട് കൊണ്ടുവരും. നല്ലൊരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ. നമുക്കത് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.